ഹായ് മക്കളെ, റാൻസിലേക്ക് ഏവർക്കും സ്വാഗതം. തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ഹിന്ദി എക്സാമിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഷീജ ടീച്ചറാണ്. അപ്പൊ നമ്മളെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പേ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ചെറിയ ഷോർട്ട് വീഡിയോ ആണ്, അതായത് ടിപ്പ് മാത്രമേ ഉള്ളൂ. ഈ ടിപ്പിന്റെ ബാക്കി ഭാഗം നാളെ 7:30 നിങ്ങൾക്ക് റാൻസിലൂടെ കണ്ടെത്താം. ഇവിടെ പത്ര അഥവാ ചിട്ടിയാണ്. ചിട്ടി അതുപോലെ തന്നെ ഖത്ത് ഏതും വരാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് പത്ര എന്ന് പറഞ്ഞാലും ചിട്ടി എന്ന് പറഞ്ഞാലും അതുപോലെ ഖത്ത് എന്ന് പറഞ്ഞാലും ലെറ്റർ എന്നൊരർത്ഥാണ്. ഇതിന് 4 മാർക്കാണ് നമുക്ക് ഉണ്ടാവുക. ഇത് ഏത് ക്വസ്റ്റ്യൻ അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഏതും നമുക്ക് എന്തായിട്ട് ചോദിക്കാം, ലെറ്റർ ആയിട്ട് ചോദിക്കാം. ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സ്ഥാൻ താരീഖ് കൊടുക്കുക. സ്ഥാൻ താരീഖ് അതായത് സ്ഥലം, അതുപോലെ താരീഖ് ഡേറ്റ്, സ്ഥാൻ താരീഖ് പ്ലേസ് ആൻഡ് ഡേറ്റ്. ഇവിടെ എനിക്ക് 1 മാർക്കാണ് ലഭിക്കുന്നത്. അതുപോലെ സംബോധന പ്രിയമിത്രേ, തും കൈസേ ഹോ, നിനക്ക് സുഖല്ലേ, അല്ലെ. മേ ടീക്കുഹും, എനിക്ക് സുഖം. തുമാര പത്ര പഠിക്കർ മേ ഖുഷീഹും, നിന്റെ ലെറ്റർ വായിച്ച് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്, അല്ലെ. സന്തോഷവാനാകുന്നു, അതുപോലെ സന്തോഷവതിയാകുന്നു. നിന്റെ ലെറ്റർ അതായത് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. നിന്റെ ലെറ്റർ വായിച്ചിട്ട് ഞാൻ എന്തായിരിക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരഗ്രാഫിൽ ഉണ്ടാവും. നമ്മുടെ ആ 11 ചാപ്റ്റർ ആണ് ഉള്ളത്. അതിൽ 3 പദ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഏതും നമുക്ക് എന്തായിട്ട് ചോദിക്കാം, ലെറ്റർ ആയിട്ട് ചോദിക്കാം. ആ കണ്ടന്റ്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കണ്ടന്റ് ഇവിടെ എഴുതി വെക്കുക മക്കളെ. അവിടെ അവസാനം കൊടുക്കുക, തുമാരാ മാം ബാപ്പ് കോ മേരാ പ്രണാം, നിന്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ അന്വേഷണം പറയണം. ഇവിടെ തുമ്മലാണ് തുടങ്ങണമെങ്കിൽ അത് തന്നെ അവസാനിക്കാൻ പാടുള്ളൂ. ആപ്പിലാണ് തുടങ്ങിയെങ്കിൽ ആപ്പ് തന്നെ കേട്ടോ. അപ്പൊ തുമാരാ മാം ബാപ്പ് കോ മേരാ പ്രണാം, നിന്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ അന്വേഷണം പറയണം. നാം, നാം മീൻസ് പേര്. ഹാ, ഇത്ര മാത്രം. ഈ ഫോർമാറ്റ് നല്ല ശ്രദ്ധിക്കുക. 2.5 മാർക്കാണ് ഇവിടെ വരുന്നത്. സ്ഥാൻ താരീഖ് എഴുതിയാൽ 1 മാർക്ക്. അതുപോലെ നാം, ഹാ, നാം മീൻസ് പേര്, ഹാ എന്ന് എഴുതിയത് ഒപ്പ്, അല്ലെ, ഹസ്താക്ഷർ. ഇവിടെ നിങ്ങൾക്ക് 1/2 മാർക്കാണ് ലഭിക്കുന്നത്. അതുപോലെ സേവാമേ, സേവാമേ എഴുതിയിട്ട് ഇങ്ങനെ ഒരു പെട്ടിയിൽ ഇട്ട് കൊടുക്കുക. സേവാമേ എന്ന് പറഞ്ഞാൽ 2 അഡ്രസ് ആണ്. നാം പഥ, പേര്, അഡ്രസ്. ഇത്രയും സാധനം ഇവിടെ എഴുതിയാൽ 1 മാർക്ക്. അപ്പൊ ലെറ്റർ ശ്രദ്ധിക്കുക. ലെറ്റർ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 4 മാർക്ക് ഷുവർ ആയിട്ട് വാങ്ങാം. ഏത് കണ്ണുപൊട്ടനും വാങ്ങാൻ പറ്റിയതാണ് ലെറ്റർ. ഇന്ന് രാത്രി ഇരുന്ന് ഇതിന്റെ ഫോർമാറ്റ് എഴുതി പഠിക്കുക. സ്ഥാൻ താരീഖ് കൊടുത്താൽ 1 മാർക്ക്. പ്രിയമിത്രേ തും കൈസേ ഹോ, നിനക്ക് സുഖല്ലേ. മേൻ ടീക്കും, അല്ലെ, മേൻ ടീക്കും, എനിക്ക് സുഖം. ഈ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെക്കും മക്കളെ. അവസാനം നാം കൊടുക്കുക. നാം പേര്, ഹാ, അല്ലെ, 1/2 മാർക്ക്. സേവാമേ എന്ന് പറഞ്ഞ 2 അഡ്രസ്. ഇവിടെ പേരോ അഡ്രസ്സോ എഴുതേണ്ടതില്ല. നാം പദ, സിമ്പിൾ സാധനം അല്ലേ. അപ്പൊ ഈ ഒരു സാധനം എഴുതിയാൽ തന്നെ എനിക്ക് 2.5 മാർക്ക് ഇവിടെ കിട്ടി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കണ്ടന്റും, നാളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കണ്ടന്റ് പാഠഭാഗത്തിന്റെ ഡീറ്റെയിൽസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ റാൻസിൽ ഷീജ ടീച്ചർ 7:30 എത്തും എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. ഫുൾ മാർക്കാണ് ലക്ഷ്യം. A+ൽ 35 മാർക്കല്ല നമ്മുടെ ലക്ഷ്യം, ഫുൾ മാർക്ക് ആയിരിക്കണം ലക്ഷ്യം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, 7:30 കാണാം. ഓക്കേ.